വാഹനമിടിച്ച് പരിക്കേറ്റ ചക്കക്കൊമ്പനെ വനം വകുപ്പ് 15 ദിവസം നിരീക്ഷിക്കും. ആനയ്ക്ക് സാരമായ പരിക്കില്ലെന്നും അക്രമകാരിയല്ലെന്നുമാണ് നിഗമനം. കഴിഞ്ഞ ദിവസം പൂപ്പാറയ്ക്ക് സമീപം ചൂണ്ടലിൽ വെച്ചാണ് ആനയെ കാറിടിച്ചത്. ചൊവ്വാഴ്ച രാത്രിയിലാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വെച്ച് ചക്കക്കൊമ്പനെ കാറിടിച്ചത്. ചുണ്ടലിലെ ജനവാസ മേഖലയിലെത്തിയ ആനയെ നാട്ടുകാർ ഓടിച്ചുവിടാൻ ശ്രമിച്ചപ്പോൾ ആന റോഡിലേക്ക് ഇറങ്ങുകയും ഈ സമയം ഇതുവഴി വന്ന വാഹനം ഇടിക്കുകയായിരുന്നു. ഇരുട്ടായതിനാൽ വളവിന് സമീപം പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങിയ ചക്കക്കൊമ്പനെ കാറിൽ സഞ്ചരിച്ചിരുന്നവർക്ക് കാണാൻ കഴിഞ്ഞില്ല. വാഹനം മുട്ടിയപ്പോൾ ഒറ്റയാൻ കാറിലേക്ക് ചാഞ്ഞു നിന്നു. ഇതോടെ കാറിന്റെ മുൻഭാഗത്ത് ചില്ല് സഹിതം തകർന്നു വീണ് തങ്കരാജിന്റെ തലയ്ക്ക് പരുക്കേറ്റു. തങ്കരാജൻ നിലവിൽ ബോഡി നായ്ക്കന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തങ്കരാജിന്റെ തലയിലേറ്റ മുറിവിന് 11 തുന്നിക്കെട്ടുകളുണ്ട്. വാഹനത്തിലെ മറ്റു യാത്രക്കാർക്കും സാരമായ പരിക്കേറ്റിരുന്നു. പറയുന്ന തോണ്ടിമഴ കഴിഞ്ഞ് കുറച്ച് താഴോട്ട് വന്നപ്പോൾ നല്ല ഒരു ടേണിംഗ് ആയിരുന്നു. വണ്ടി കറക്റ്റ് തിരിയാനും വേറെ റോട്ടിൽ കൂടെ ഇറങ്ങി മെയിൻ റോഡിൽ ആന വരാനും കറക്റ്റായിരുന്നു. അത് കുറച്ച് മിസ്റ്റും കൂടെ ഇരുന്നപ്പം അത് അടുത്ത് വന്നതിന് ശേഷം അത് ആനയാന്ന് പോലും മനസ്സിലായത്. അതിൻ്റെ മുമ്പിൽ തന്നെ ആനയും വന്നു, ഞങ്ങളും അവിടെ എത്തി. ആനയും ക്ലാഷായി. പിന്നെ അത് കാലിട്ട് ലെഫ്റ്റ് സൈഡിൽ എൻ്റെ പപ്പ ഇരുന്ന സൈഡിലോട്ട് കാലുകൊണ്ട് ഒരു ചവിട്ടി അതിൻ്റെ കൊമ്പ് കൊണ്ട് വണ്ടീൻ്റെ ടോപ്പിനെ നഷ്ടപ്പെടുത്തിയത്. പപ്പയെ ഞങ്ങൾ അപ്പം തന്നെ പൂപ്പാറയിൽ ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ട് നല്ല ബ്ലീഡിങ് ആയിരുന്നു. പിന്നെ ഒരു ഹാഫ് കിലോമീറ്റേഴ്സ് ആ ആന റോട്ടിൽ കൂടെ പോയത് കൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെല്ലാനൊന്നും പറ്റിയില്ലായിരുന്നു. സംഭവത്തിന് ശേഷം ഉൾക്കാട്ടിലേക്ക് കയറിയ ചക്കക്കൊമ്പനെ ഇന്നലെ തേൻപാറ മേഖലയിൽ കണ്ടെത്തിയിരുന്നു. അപകടത്തിൽ സാരമായ പരിക്കേറ്റിട്ടില്ലെന്നും ആരോഗ്യവാനാണെന്നും അക്രമ സ്വഭാവം പ്രകടിപ്പിക്കില്ലെന്നാണ് വനവകുപ്പിന്റെ നിഗമനം. വാച്ചർമാരുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ ആനയെ നിരീക്ഷിക്കും. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.